ഇവിടെ നിന്ന് പറന്ന് പൊങ്ങി ഉയർന്ന F-35 വീണ്ടും താഴ്ന്ന് നിലത്തായി എന്നാണ് കേൾക്കുന്നത്. എവിടെയാണ് വീണ്ടും താഴ്ന്നത്? കേരളത്തിൽ തന്നെയാണോ അതോ ഇന്ത്യക്ക് പുറത്താണോ? എന്താണ് ഈ F-35 വീണ്ടും സംഭവിച്ചത്? തൽക്കാലം അത് F-35 നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ജപ്പാൻകാർ ടെൻഷൻ അടിച്ചു. ജപ്പാനിലാണ് അവിടുത്തെ ഭാഷ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കായിരുന്നു. അപ്പോൾ ട്രോൾ അവിടെ നിന്നും വരാം. ഏതായാലും അവിടുത്തെ കഗോഷിമ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ, അവിടെ ഈ വിമാനത്താവളങ്ങളിൽ ഏറ്റവും തിരക്കുള്ള സമയം എന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള, പുലർച്ചെ തൊട്ട് ഉച്ചയ്ക്ക് മുമ്പുള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക സമയം കഴിഞ്ഞ ദിവസം രാവിലെ 11:30 ഈ വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം അവരുടെ മറ്റ് വിമാന സർവീസുകളൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു. ഈ വിമാനം എന്തോ ഒരു യന്ത്ര തകരാറ് കൊണ്ടാണ് വരുന്നത്. ഭാഗ്യവശാൽ ആ വിമാനം തകർന്നു വീണില്ല. അത് സുരക്ഷിതമായി അവിടെ നിരത്തിറങ്ങി പതിവ് പോലെ തന്നെ. ഇത്തവണയും പിന്നെ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ചുറ്റും സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടോ? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ യന്ത്ര തകരാറാണ് എന്നുള്ളത്, ബാക്കിയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ പഴയത് തന്നെ. ഇതുവരെ അമേരിക്കയിൽ എത്തിയില്ലേ? അല്ല, കഥയൊക്കെ അതൊക്കെ തന്നെ. ആ ബ്രിട്ടന്റെ വിമാനമാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കൃത്യം പറഞ്ഞാൽ F-35 ലൈറ്റനിങ് 2 എന്നുള്ളതാണ്. അതായത് ഈ നേവി ഉപയോഗിക്കുന്ന വിമാനം, വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുന്ന വിമാനമാണ് അവിടെ ഈ ലൈറ്റനിങ് 2 സീരീസിൽപ്പെട്ടത്. അപ്പോൾ ഇത് കേരളത്തിൽ വന്നപ്പോൾ ഉള്ള മറ്റേ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഒരു കപ്പലുണ്ടല്ലോ, ഇതേ കപ്പൽ തന്നെയാണ് അവിടുത്തെയും കഥാപാത്രം. ആ കപ്പലിൽ നിന്ന് അവിടെ ഈ ജപ്പാന്റെ സൈന്യവുമായിട്ട് അവിടെയും ഇവര് സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പതിവ് പോലെ ഇതിനും അവിടെ വെച്ച് അവിടെയും ഒരു തകരാറ് പറ്റി. അപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള എയർ ട്രാഫിക് കൺട്രോൾ എവിടെയാണെന്ന് നോക്കിയപ്പോൾ ഈ വിമാനത്താവളമാണ് കണ്ടത്. കഗോഷിമ വിമാനത്താവളമാണ് കണ്ടത്. അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് തിരിച്ച് മടക്കയാത്ര ഉണ്ടാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചത്. മടങ്ങിയോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ രസം എന്താ വെച്ചാൽ, ഈ വിമാനം അവിടെ അടിയന്തര ലാൻഡിങ് നടത്തിയത് ചൈനയും റഷ്യയും ആഘോഷിക്കുകയാണ്. അവർ പറയുകയാണ്, ഇവിടെ നിന്ന് പോയ വിമാനത്താവളം, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ വിമാനം ഇതാ വീണ്ടും അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ അടിയന്തര ലാൻഡിങ്ങുകളുടെ ചരിത്രം വെച്ചൊരു സുവനീർ തയ്യാറാക്കിയാലോ? സുവനീർ അറിയാമല്ലോ, ഓർമ്മക്കുറിപ്പ്. എത്ര സ്ഥലത്ത് എവിടെയൊക്കെ വെച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ സഹിതം ഒരുപാട് കാണും. ഇപ്പോൾ അത് സഹിതം സുവനീർ തയ്യാറാക്കിയാലോ എന്നാണ് ഒരു റഷ്യൻ മാധ്യമം അവരുടെ എക്സ് പേജിൽ ഇത്തരത്തിൽ ചോദിക്കുന്നത്. പിന്നെ ചൈനക്കാരിപ്പോൾ 6ാം തലമുറ വിമാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നവരാണ്. ഇത് 5ാം തലമുറയിൽപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് ഇതിൽ കുറച്ച് അവരുടെ കച്ചവട താല്പര്യം കൂടിയുണ്ട്. ഈ F-35 താഴ്ത്തി കെട്ടുന്നവർ, അവരും ഈ വാർത്ത കുറേ ചിരിക്കുന്ന മീമുകളൊക്കെ ഇട്ട് അവരും പ്രചരിപ്പിക്കുന്നുണ്ട്. വീണ്ടും F-35 ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിൽ വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തകരാറിലായി കിടന്ന അതേ വിമാനം തന്നെയാണ് ഇവിടെയും ചെന്ന് പെട്ടുകിടക്കുന്നത് എന്നുള്ളതാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും F-35 നല്ല കോളാണ്. അപ്പോൾ അതിന് പൊതുവെയുള്ള നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ അതിസങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കുന്ന പൈലറ്റുമാർ അവർക്ക് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിദഗ്ധ എഞ്ചിനീയർമാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഈ പൈലറ്റുമാരെന്ന് പറയുമ്പോൾ വിമാനത്തിൻ്റെ ദിശയും ഗതിയൊക്കെ നോക്കി അതിനെ നിയന്ത്രിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ തന്നെ അവർ വല്ലാണ്ട് ആശങ്കയിലാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എമർജൻസി ലാൻഡിങ് നടത്താൻ നിർബന്ധിതമാകും. കാര്യം അത്രയ്ക്ക് കുഴപ്പം പിടിച്ചതാണ് ഇതിൻ്റെ സാങ്കേതിക സംവിധാനം. ഇത് മാത്രമല്ല, ഇത് ഈ F-35 ഇപ്പോൾ തിരുവനന്തപുരത്ത് അത് ഏതാണ്ട് 5 ആഴ്ചയോളമാണ്. കഴിഞ്ഞ ജൂൺ 14-ാം തീയതിയാണ് ഈ വിമാനം തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തത്. ഏതാണ്ട് 5 ആഴ്ചയോളം കിടന്നപ്പോൾ തന്നെ ഈ F-35 കുറിച്ചുള്ള വാർത്തകൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഒരുപാട് തമാശകൾ പ്രചരിച്ചു, ഒരുപാട് മീമുകളും പ്രചരിച്ചു. എന്തിന്, നമ്മൾ ഇവിടുത്തെ തട്ടുകടയുടെ പരസ്യത്തിന് പോലും F-35 വന്നു. ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ളിയും സവാളയൊക്കെ വിൽക്കാനായിട്ട് വരുന്ന പെട്ടി ഓട്ടോറിക്ഷ ഉണ്ടല്ലോ,
അത് കണക്കെ F-35 അവതരിപ്പിച്ചുകൊണ്ട് ചില 700 കോടിയുടെ സാധനമാ. അല്ല, ഇതൊക്കെ ആത്യന്തികമായിട്ട് ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന ആണിയാണ് ഇത് ഓരോ ട്രോളുകളും. കാര്യം അവര് ഈ 700 കോടി, അമേരിക്കൻ കമ്പനിയല്ലേ ഇത്? അതെ, നമ്മുടെ ഇന്ത്യൻ രൂപ നോക്കുമ്പോൾ 700 കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന ഒരു വിമാനമാണിത്. പക്ഷേ അമേരിക്കയുടെ പുതിയ കണക്ക് പ്രകാരം അതല്ല, വീണ്ടും അതായത് അവർ പറയുന്ന ഓരോ നെട്ടിനും ബോൾട്ടിനും ഒക്കെ വില കൂടി. നമ്മൾ ഈ സാധാരണ നാട്ടിൻപുറത്ത് പറയാറുണ്ടല്ലോ, ഡീസലിന് വില കൂടി അതുകൊണ്ട് വില കൂട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ അസംസ്കൃത വസ്തുക്കളും ഇതിൻ്റെ വില കൂടിയത് കൊണ്ട് ഞങ്ങൾ വില വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മൂല്യം വീണ്ടും കൂടുകയാണ്. അപ്പോൾ അമേരിക്ക ഇത് അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും അവരുടെ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്കും അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ ആരും ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെട്ടു വരുന്നില്ല. ഒരനുഭവമുണ്ട്, തിരുവനന്തപുരത്തെ അനുഭവമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ജപ്പാനിൽ നിന്നും പുതിയ അനുഭവം വരികയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്നത് അവർ നിസ്സാര കമ്പനിയൊന്നുമല്ല കേട്ടോ. അവർ വർഷങ്ങളായിട്ട്, അതായത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുമല്ലോ, ആ സമയത്ത് പോലും നിലനിന്നിരുന്ന ഒരു കമ്പനിയാണ്. വളരെ പ്രസിദ്ധമായൊരു കമ്പനിയാണ്. അമേരിക്കയ്ക്ക് കാലങ്ങളായിട്ട് ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. പക്ഷേ ആ കമ്പനിക്ക് ഇപ്പോൾ അത്ര കാര്യം സുഖകരമല്ല. കാര്യം അവരുടെ ഏറ്റവും ഗ്ലാമർ പ്രൊജക്റ്റുകളിലൊന്നാണ് ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് വെച്ചാൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ വെട്ടിച്ച് പിന്നെ ശത്രു രാജ്യത്ത് പോയി ആക്രമിക്കാൻ കെൽപ്പുള്ള അതിവേഗതയിൽ സഞ്ചരിക്കുക. ഏതാണ്ട് മണിക്കൂറിൽ 2300 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ സാധ്യതയുള്ള ഒരു വിമാനമാണ്. അപ്പോൾ അത്ര അതിവേഗതയിൽ സഞ്ചരിക്കുന്ന റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഇരിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള, പിന്നെ അതിന് എന്താ പറയുക, ഇല്ലാത്ത സവിശേഷതകളൊന്നുമില്ല, എല്ലാ സവിശേഷതകളും ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് വിമാനം എന്നാണ് അവകാശപ്പെടുന്ന ഈ F-35 യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റുള്ളവർക്കൊരു പരിഹാസ കഥാപാത്രമായി മാറുന്നു. ഇപ്പോൾ അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും ഇത് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യക്ക് പോലും അത് വാഗ്ദാനം ചെയ്തിട്ട് ഇന്ത്യ അത് വേണ്ടെന്ന് പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദാക്കിയത് ഒരു പ്രധാന കാരണം തന്നെയാണ്. 2, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൈലറ്റുമാരുടെ ജീവന്റെ സുരക്ഷിതത്വം നമ്മുടെ സർക്കാരല്ലേ ഉറപ്പുവരുത്തേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വിമാനം എന്ന് പറയുന്ന സാധനം അതിന് 700 കോടി രൂപ മൂല്യം വിലയുണ്ട്. ആ വിമാനം പറത്താനായിട്ട് ഉപയോഗിക്കുന്ന പൈലറ്റ് കുറഞ്ഞതൊരു 6-7 മാസമെങ്കിലും അതിൽ നിരന്തര പരിശീലനം നടത്തണം. അപ്പോൾ അതിന് നമുക്ക് കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. അയാളുടെ ശമ്പളം, ഇന്ധന ചെലവ്. അപ്പോൾ ഒരു വിമാനം മാത്രമല്ല, വിമാനം പറത്തുന്ന പൈലറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഉറപ്പുമില്ലാത്ത പരിപാടിയാണെങ്കിൽ അതിന് മുതിർന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഈ 2 കാരണങ്ങൾ നിർത്തിയാണ് ഇന്ത്യ F-35 വേണ്ടാന്ന നിലപാടെടുത്തത്. സമാനമായ നിലപാടുകൾ എടുക്കുന്ന നാറ്റോ സഖ്യ രാജ്യങ്ങൾ പോലുമുണ്ട്. അപ്പോൾ ഫ്രാൻസ് ഈ F-35 ബദലായിട്ട് നമ്മുടെ സുഖോയല്ല, നമ്മുടെ റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ F-35 ഇപ്പോൾ അത്ര നല്ല കാലമല്ല. തിരുവനന്തപുരം ഒരു സാമ്പിളാണെങ്കിൽ അടുത്ത സാമ്പിൾ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വന്നിട്ടുണ്ട്. കൂടുതൽ സാമ്പിളുകൾ വന്നുണ്ട്. അമേരിക്കയിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം തകർന്ന് വീണിരുന്നു. അപ്പോൾ തകർന്ന് വീണില്ല എന്ന് മാത്രമുള്ളൂ ഇവർ ആശ്വസിക്കാനുള്ളത്.